പെരിയാറിന്റെ തീരത്തെയും കൊച്ചി നഗരത്തിന്റെ ഒരു ഭാഗത്തെയും വെള്ളപ്പൊക്ക ഭീഷണിയിലാക്കുകയാണ് കൊച്ചി കായലിൽ രൂപപ്പെട്ട ഭീമൻ മണൽത്തിട്ട. മല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റെയിൽപാത നിർമ്മിക്കുവാൻ 17 വർഷം മുമ്പ് കായലിന് കുറുകെ നിർമ്മിച്ച ബണ്ടിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതാണ് മണൽത്തിട്ട രൂപപ്പെടുവാൻ കാരണം. ഇതുമൂലം കായലിലെ സ്വാഭാവിക ബെഡ് ലെവലിനേക്കാൾ 25 ലക്ഷം മീറ്റർ ക്യൂബ് മണ്ണും ചെളിയുമാണ് ഈ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഈ കാണുന്ന മണൽത്തിട്ട ഏതെങ്കിലും ചതുപ്പ് നിലത്തിലെ കാഴ്ചയല്ല. കൊച്ചി കായൽ കടലിനോട് ചേരുന്നതിന് സമീപം കായലിന്റെ ഒത്ത നടുവിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ ചെളിയടിഞ്ഞ് രൂപപ്പെട്ടതാണ്. 2007 കായലിന് കുറുകെ താൽക്കാലികമായ ബണ്ട് തീർത്തായിരുന്നു 4.62 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2009 പാലത്തിന്റെ പണി അവസാനിച്ചുവെങ്കിലും പാല നിർമ്മാണത്തിനായി കായലിന് കുറുകെയിട്ട കോൺക്രീറ്റ് മാലിന്യങ്ങളടക്കം കായൽ തന്നെ ഉപേക്ഷിച്ചു. ഇതോടെ കായലിന്റെ ഒഴുക്ക് നിലച്ചു. കണ്ടെയ്നർ ടെർമിനലിനെ ഇടപ്പള്ളിയും വല്ലാർപാടവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ മേൽപ്പാലമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ പാല നിർമ്മാണത്തിനായി കായലിൽ കൊണ്ടിട്ട കോൺക്രീറ്റ് മാലിന്യങ്ങളടക്കം ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. ഇതോടെ കായലിൽ രൂപപ്പെട്ട മൺതിട്ട നീരൊഴുക്കിനെ അടക്കം ദോഷകരമായി ബാധിക്കുകയാണ്. പാലത്തിന്റെ മുകൾ ഭാഗത്ത് പെരിയാറിന്റെ തീരങ്ങളിലെ പ്രളയത്തിനും ഇടപ്പള്ളി തോട്ടിലെ ഒഴുക്കു നിലച്ച് കൊച്ചി നഗരത്തെ നിരന്തരം വെള്ളക്കെട്ടിലാക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണമായിരിക്കുകയാണ് ഈ മണൽത്തിട്ട. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ പാതാളം ബണ്ട് മുതൽ 15 കിലോമീറ്റർ ഇതിന്റെ പ്രത്യാഘാതം അനുഭവപ്പെടുന്നതായി കണ്ടെത്തി. കായലിലെ സ്വാഭാവിക ബെഡ് ലെവലിനേക്കാൾ 25,51,000 മീറ്റർ ക്യൂബ് മണ്ണും ചെളിയും അധികമാണ് ഈ പ്രദേശത്തുള്ളത്. ഇവരുടെ താഴെയുള്ള ഡെബ്രീസ്, അതായത് ഈ കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ കായലിന് കുറുകെ ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യനിർമ്മിതമായിട്ടുള്ള റോഡ് നിർമ്മിച്ച് ആ റോഡിൽ കൂടി നടന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയലെല്ലാം കൊണ്ടുപോയി മറ്റേ ഇതിൻ്റെ പില്ലറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നത്. അപ്പോൾ ആ വർക്ക് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം മാറ്റി അതിൻ്റെ റിവർ ബെഡ് സാധാരണ ലെവലിൽ തീർത്തുകൊണ്ട് വേണമായിരുന്നു ആ വർക്ക് അതിൻ്റെ പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കാനായിട്ട്. എന്നാൽ ഈ പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് ഈ പറയുന്ന ഈ ക്ലിയറൻസ് ഒന്നും പൂർണ്ണമായിട്ടും ചെയ്യാതെയായിരുന്നു ഇവർക്ക് ഈ ക്ലിയറൻസ് കൊടുത്തതും ഈ പേയ്മെൻറ്റ് കൊടുത്തതും. അപ്പോൾ ഈ കോൺട്രാക്റ്റിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഈ വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും എന്തെങ്കിലും പബ്ലിക് ലയബിലിറ്റി, മനുഷ്യർക്ക് ദോഷമുണ്ടാകുന്ന വിധത്തിലുള്ള പ്രശ്നം ഈ പാലം വെച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം ഈ പറയുന്ന കൺസ്ട്രക്ഷൻ നടത്തിയ കമ്പനിയിൽ നിന്ന് ഏത് സമയത്താണെങ്കിലും വാങ്ങിക്കാമെന്നുള്ളൊരു കണ്ടീഷനുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായി നിർമ്മാണ മാലിന്യങ്ങളടക്കം നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടുവെങ്കിലും മാലിന്യത്തിന് ഉത്തരവാദി ആരാണെന്ന തർക്കം കോടതി കയറിയതോടെ മാലിന്യ നീക്കം ആരംഭിക്കാനായില്ല. കോടതിയിൽ 2021 ഹൈക്കോടതി കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തായിരുന്നു, ഈ ഡെബ്രീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റണം, ഇത് ജീവനും സ്വത്തിനും ബാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ടിട്ട് ഇത് മാറ്റും, ഇതിനകത്തുള്ള ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് കോടതി ശാസ്ത്രീയ പഠനത്തിലൂടെ കണ്ടെത്തിക്കോളാം. അവിടെ നിന്ന് മാറ്റുന്ന ഡെബ്രീസിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസും കൂടെ കോടതിയിൽ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആരാണെന്നുള്ള കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഉത്തരവ്. ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ഒരു ജിയോ ഇറക്കുണ്ടായി. ആ ജിയോ ഇറക്കുമ്പോഴത്തേക്ക് അതിന് മുമ്പേ കളക്ടറേറ്റിൽ നിന്നൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇത് കൊച്ചിൻ പോർട്ടും അഫ്കോണും എല്ലാം കൂടി നടത്തിയ ഒരു വർക്കാണ്, അതുകൊണ്ടിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം കൊച്ചിൻ പോർട്ടിനും അഫ്കോണിനുമാണ്. അവരുടെ കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ടാണ് ആ ഉത്തരവിറക്കിയത്. അപ്പോൾ അത് അവർ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഹൈക്കോടതി പോവുകയുണ്ടായി. അതിനെ തുടർന്നാണ് വീണ്ടും പഠനങ്ങൾ നടക്കുകയും ആ പഠനത്തിൽ ഹൈക്കോടതി ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. അഫ്കോണിൻ്റെ പ്രതിനിധിയും കൊച്ചിൻ പോർട്ടും റെയിൽ വികാസ് നിഗമവും ഇറിഗേഷൻ വകുപ്പെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമിതിയായിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടിനകത്തും ഇത് മാറ്റാനായിട്ടുള്ള നിർദ്ദേശം വീണ്ടും ഹൈക്കോടതി കൊടുക്കുകയും അതിനെ അഫ്കോൺ ചലഞ്ച് ചെയ്യുകയുമാണ് പിന്നീടുണ്ടായത്. വേലിയിറക്ക സമയത്ത് കായലിന് കുറുകെ നടന്നു പോകാവുന്ന തരത്തിലാണ് പലയിടത്തും കര തെളിയുന്നത്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാന മാർഗമടക്കം ഈ മണൽത്തിട്ട രൂപപ്പെട്ടതോടെ ഇല്ലാതായി. 18 കൊല്ലമായിട്ട് ഇവിടെ നീരൊഴുക്കില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, വെറുതെ വെള്ളം പൊങ്ങുക താഴുക, ഒഴുക്കില്ല. ഒഴുക്കുണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. ഇവിടെ ഒരു മീനുമില്ല,
അതിൻ്റെ ഇടക്കാണ് രാസമാലിന്യം അതും ഇതൊക്കെ അവരൊഴുക്കണത്. കമ്പനി കോൺക്രീറ്റ് മാലിന്യമാണ് കൂടുതലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ വന്ന് അടിഞ്ഞേക്കണ സാധനങ്ങൾ വേറെ ഉണ്ട്. അത് സ്വാഭാവികം. തൂണുകൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഈ തിട്ടകൾ വന്നു. തിട്ടകൾ വന്നപ്പോൾ എന്ത് ചെയ്യും? എടുത്ത് കളയാന്നല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. ഡ്രഡ്ജർ കൊണ്ടുവന്ന് മാന്തി കളയുക, അതേ നിവൃത്തിയുള്ളൂ. എൻ്റെ ചെറുപ്പത്തിലെ കാര്യം ഞങ്ങൾ കുളിക്കണേണ്, മുകളിൽ നിന്നിട്ട് ചാടിയിട്ട് കുളിക്കണം താഴ്ത്തിയിട്ട്. അപ്പോൾ അത്ര താഴ്ച ഉണ്ടായതാണത്. പിന്നെ ഇത് നികന്നു പോയി കണ്ടെയ്നർ ഈ പാലം വന്നേ പിന്നെയാണ് കുറച്ചൊക്കെ ഇത്ര കഷ്ടത്തിലായെന്ന് പറഞ്ഞ്. പാലത്തിൻ്റെ ഇതൊക്കെ കൂടുതലും കൊണ്ടുപോയി ദൂരെ കൊണ്ടുപോയി കളയേണ്ട സാധനങ്ങളാണ്. അതിപ്പോൾ ആരും അതിനെപ്പറ്റി സംസാരിച്ചില്ല. എല്ലാവരും രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും വേണ്ടിയില്ല, നികന്നു പോയി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കരയൊക്കെ കാണാം. ഇപ്പോൾ വെള്ളം ഏറ്റവും കൊണ്ടാണ് കാണാത്തത്. നിർമ്മാണ കമ്പനിയാണോ ജില്ലാ ഭരണകൂടമാണോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണോ മാലിന്യം നീക്കേണ്ടതെന്ന തർക്കം അവസാനിപ്പിച്ച് മാലിന്യ നീക്കം എത്രയും വേഗം ആരംഭിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ പെരിയാറിൻ്റെ തീരവും കൊച്ചി നഗരത്തിൻ്റെ ഒരു ഭാഗവും വെള്ളത്തിലാവുന്നത് തുടരും. ക്യാമറാമാൻ സജയ് കുമാറിനും അക്ഷയ് VS ഒപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.